ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ഏറ്റവും സിമ്പിളും നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അതും നമ്മുടെ കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ ഇഡലി പാത്രത്തിൽ ആവിക്ക് വെച്ച് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്നങ്ങ് ഉരുക്കിയെടുക്കണം. ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ശർക്കരയിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ച് നല്ലോണം കുറുകി വറ്റിയൊന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് ശർക്കരയൊക്കെ അലന്ന് വന്നാൽ മാത്രം മതി. കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിൽ നമുക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരേ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആകെ ഒരേ 1 ടീസ്പൂൺ നെയ്യ് മാത്രമാട്ടോ ഈ സ്നാക്സിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ചൂടായ നമ്മുടെ നെയ്യിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് പച്ചമണം ഒന്നങ്ങ് മാറ്റിയെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാവേ. പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നല്ലോണം ഇങ്ങോട്ട് ഉടഞ്ഞു വരുള്ളൂ. കണ്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് ഉടച്ചും കൂടി എടുക്കുക. മാത്രമല്ല നല്ല മധുരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പലഹാരത്തിന് പഴമൊക്കെ എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പഴവും തേങ്ങയും അതേപോലെ തന്നെ നെയ്യും എല്ലാം നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്നങ്ങ് അരിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടിക്കോളും. ശരിക്കും ഒന്നങ്ങ് മിക്സായി നല്ലോണം തന്നെ ഒന്നങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്കാണ് മെയിൻ ചേരുവയായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.25 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1.25 കപ്പ്. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതിനുശേഷം നമ്മുടെ ഈ ശർക്കരപ്പാനിയും തേങ്ങയുടെ മിക്സുമായിട്ട് നല്ലോണം തന്നെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ശരിക്കും അരിപ്പൊടിയായിട്ട് ഒന്ന് യോജിച്ച് അതേപോലെ തന്നെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വിട്ട് വരുന്ന ആ ഒരു പരുവാവുന്നവരെ ഇളക്കി കൊടുക്കണം. കണ്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മതി. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുമ്പോഴാണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാത്ത നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവം കറക്റ്റ് ആണ്. ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിന്റെ വലിയ ചൂട് ഒന്നങ്ങ് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്ന് കരുതി തീരെ ചൂട് ആറി അങ്ങ് തണുത്ത് പോകരുത്. ഒരു ചെറിയൊരു ചൂട് വേണം. എന്നാൽ മാത്രമാണ് കയ്യിൽ എടുത്ത് ഇതേപോലെ നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. കയ്യിൽ കുറച്ച് നെയ്യൊന്ന് വെട്ടി കൊടുക്കുക. അതിനുശേഷം കുട്ടി കുട്ടി ബോൾസ് പോലെ ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം. തീരെ ചെറിയ ബോൾസ് അല്ല, ഈ ഒരു വലിപ്പത്തിൽ മാത്രം റെഡിയാക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഈ റെഡിയാക്കുന്ന ബോൾസ് മുഴുവൻ ഇഡ്ഡലി പാത്രത്തിൽ ഒന്നും കൂടെ ആവി കയറ്റിയും കൂടി എടുക്കാനുള്ളതാട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ മിക്സും നമുക്ക് ഈ ഒരു ബോൾസ് പോലെ റെഡിയാക്കി എടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഒരു പാത്രത്തിൽ ചുറ്റും നെയ്യ് പറ്റി അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് അങ്ങ് വെച്ച് കൊടുക്കുന്നതാണ്. ഒരു 10-15 മിനിറ്റിനുള്ള നന്നായിട്ട് ആവി കയറി വന്നോളും. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ സ്നാക്സിന്റെ പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ നന്നായിട്ട് ആവി കയറി ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ എടുത്ത് മാറ്റി അടുത്ത ഒരു ബാച്ചും കൂടി നമുക്ക് വെക്കാനുണ്ട്. അതും കൂടി അങ്ങ് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടോ നല്ല സിമ്പിളായിട്ടും അടിപൊളി ടേസ്റ്റിലും ഹെൽത്തി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന പലഹാരം തന്നെയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പഴവും തേങ്ങയും അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം സ്നാക്സ് റെഡിയാക്കിയെന്ന് കണ്ടു നോക്കൂ. അതും ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ ഒരേ 1 സ്പൂൺ മാത്രം നെയ്യ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ പലഹാരം കുട്ടീസിനൊക്കെ കൊടുത്തു നോക്കൂ കേട്ടോ. നല്ലൊരു ചൂട് ചായയുടെ വൈകുന്നേരം കഴിക്കാനായിട്ട് ഇത് ഒന്ന് മാത്രം മതിയാവും. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.